കുഴിയും നിറഞ്ഞ് കണ്ണൂർ തളിപ്പറമ്പ് ദേശീയപാത. വളപട്ടണം ടോൾ ബൂത്തിനടുത്തുള്ള റോഡ് അപകടക്കെണിയൊരുക്കുന്നു. രാത്രികാലങ്ങളിൽ വേണ്ടത്ര വെളിച്ചമില്ലാത്തതും ഡിവൈഡറുകളിൽ റിഫ്ലക്ടറുകൾ സ്ഥാപിക്കാത്തതും അപകട സാധ്യത കൂട്ടുന്നുണ്ട്. പേരിന് പോലും ഒരു സീബ്ര ലൈൻ ഇല്ലാത്തത് കാൽനട യാത്രക്കാരെ കുഴക്കുന്നുണ്ട്. റിപ്പോർട്ട് കാണാം. കണ്ണൂർ തളിപ്പറമ്പ് നാഷണൽ ഹൈവേയിൽ വളപട്ടണം ടോൾ ബൂത്തിനടുത്തുള്ള റോഡിന്റെ അവസ്ഥയാണിത്. നിത്യേന ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന ഈ റോഡിലെ കുഴികൾ വാഹനങ്ങളുടെ യാത്ര ദുഷ്കരമാക്കുന്നു. ഇത് നിരന്തരമുള്ള അപകടങ്ങൾക്കും വഴിവെക്കുന്നു. ഇവിടെ റോഡിൽ ഡിവൈഡറുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും റിഫ്ലക്ടറുകൾ ഇല്ലാത്തത് രാത്രികാലങ്ങളിൽ വരുന്ന വാഹനങ്ങൾക്ക് ഡിവൈഡറുകൾ കാണാൻ സാധിക്കാതെ വരികയും യാത്ര ദുർഘടമാവുകയും ചെയ്യുന്നു. കൂടാതെ റോഡിന്റെ ഇരുവശത്തുമായി കണ്ടെയ്നറുകൾ പോലുള്ള വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതും അപകട സാധ്യത കൂട്ടുന്നു. റോഡിലേക്കുള്ള വെളിച്ചത്തിന്റെ ദൗർലഭ്യവും ഇതിന് മറ്റൊരു കാരണമാണ്. റോഡരികിലായി ഹൈമാസ്ക് ലൈറ്റ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഏകദേശം 4 വർഷത്തോളമായി ഇത് പ്രവർത്തിക്കുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. സ്ട്രീറ്റ് ലൈറ്റ് തീരെ കത്തുകയില്ല. കത്താത്തത് കൊണ്ടാണ് ഈ ആക്സിഡന്റ് കൂടുതൽ രാത്രി സംഭവിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച വരെ ഒരു കാറ് അടിമറിച്ചിട്ട് അതിന് മുൻപേ ലോറി, ആംബുലൻസ്, ആംബുലൻസെല്ലാം അടിച്ചിട്ടുണ്ട്. ധാരാളം വണ്ടികൾ അടിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ബാക്കിയുള്ള ഡിവൈഡറുകൾ എടുത്തു മാറ്റിയത്. ഈ ജംഗ്ഷനിൽ തന്നെ റോഡിലുണ്ടായിരുന്ന സീബ്ര ലൈൻ കാണാനേയില്ല. റോഡ് സുരക്ഷയെക്കുറിച്ചുള്ള നിരന്തരമായ ബോധവൽക്കരണവും ഡ്രൈവിംഗിനെ കുറിച്ചുള്ള ബോധവൽക്കരണവും നല്ലത് തന്നെ. അത് റോഡിലും നിയമത്തിലും പ്രാവർത്തികമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. പുതിയ തെരു വളപട്ടണം ടോൾ ജംഗ്ഷനിലുള്ള ഒരു അവസ്ഥയാണിത്. അതിപ്പോൾ ഞങ്ങൾ പറഞ്ഞു വരുന്നത് റോഡിൻ്റെ അവസ്ഥ, ഡിവൈഡറിൻ്റെ അവസ്ഥ, അതുകൂടാതെ ഹൈമാസ്ക് ലൈറ്റ് വർഷങ്ങളായിട്ട് തെളിയുന്നില്ലെന്നാണ് ഇവിടെയുള്ള നാട്ടുകാരുടെ പരാതി. നമ്മൾ റോഡിൻ്റെ ബോധവൽക്കരണത്തെക്കുറിച്ചും ഡ്രൈവർമാർക്കുള്ള ബോധവൽക്കരണവും ഒക്കെ നൽകുന്നുണ്ട്. അങ്ങനെ നൽകുമ്പോൾ തന്നെ റോഡും സുരക്ഷിതമായിരിക്കണം. ഇങ്ങനെ ഒരു സുരക്ഷിതാവസ്ഥ ഉണ്ടാവണമെങ്കിൽ അധികൃതരുടെ ശ്രദ്ധ പതിയണം. നാട്ടുകാരുടെ ആവശ്യവും അതാണ്. ക്യാമറമാൻ പ്രതീഷിനൊപ്പം ജയദേവൻ, സിറ്റി ന്യൂസ്, കണ്ണൂർ.